ഹലോ ഗുയ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തെ കുറച്ച് സ്ഥലങ്ങൾ രാത്രി കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇത് നിങ്ങൾ കാര്യമാണ് കേട്ടോ. ഇത് ഞാൻ ഇൻട്രോ ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കിയാണ്, പക്ഷെ എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല ഗൈസ്. അങ്ങനെ പിന്നെ പോണതുപോലെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ അവരെ വീട്ടിൽ പോയി അവരെ കാറിൽ പോയി വിളിച്ചോണ്ട് വന്ന് നമ്മൾ നേരെ പോവുകയാണ് ഗൈസ്. പോണ വഴിക്ക് പെട്രോൾ തീർന്നെന്ന് അറിഞ്ഞു. അതിൻ്റെ ഇടയിൽ എൻ്റെ പട്ടിഷമുണ്ട്. അങ്ങനെ പെട്രോൾ പമ്പിക്കെതിരെ പെട്രോൾ അടിക്കുന്ന രംഗമാണ് ഇതാണ്. പിന്നെ നേരെ നമ്മൾ ആഴിമല വെച്ച് പിടിച്ച് ആഴിമല എത്തി കേട്ടോ. ശിവൻ ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ കുറച്ച് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സമയമായപ്പോൾ അവർ ലൈറ്റ് അണച്ചു കേട്ടോ. ലൈറ്റ് അണച്ചപ്പോഴുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ നേരെ അഫ്സലിൽ പോയി. അത് ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്, പക്ഷേ നല്ല ഫുഡാണ്. അവിടുത്തെ കോയിൻ പൊറോട്ട ചിക്കനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നല്ലൊരു ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണ്. എന്നിട്ട് നമ്മൾ നേരെ വെച്ച് പിടിച്ചു നമ്മുടെ വിഴിഞ്ഞ ഹാർബറിൽ. അവിടെ പോയപ്പോൾ അവിടെ കുറച്ച് വെള്ളങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നിട്ട് കുറച്ച് ഈ കടലൊക്കെ കാണാമെന്ന് പറഞ്ഞത്. അവിടെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ടേക്ക് ഞാൻ അങ്ങനെ ദൂരത്തിൽ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു രാത്രി കാണാനായിട്ട്. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കുന്ന കുറച്ച് വീഡിയോസും അതൊക്കെ ഇങ്ങനെ എടുത്ത് എന്നിട്ട് ഞാൻ അവരുടെ പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുക, ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. കൊച്ചിന് പോലും ഇഷ്ടപ്പെട്ടില്ല, അത്രയ്ക്ക് ആർട്ടിഫിഷ്യലായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് മാനവീയത്താണ് കേട്ടോ. മാനവീയം പറയാതിരിക്കാൻ വയ്യ, നല്ല രസമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ കപ്പലണ്ടി നിന്നോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അവരെ. അപ്പോഴാണ് ദേവിനെ കണ്ടത്. പിന്നെ അവൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് രാത്രി ആയതുകൊണ്ട് തന്നെ പോലീസുകാർ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി. അപ്പോൾ തന്നെ നല്ല ലേറ്റായി. പിന്നെ അവരെ വീട്ടിൽ കൊണ്ടാക്കി ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ കാറ് കയറിയപ്പോൾ തൊട്ട് സംസാരിക്കാൻ തുടങ്ങി. വീട്ടിലെത്തിയിട്ട് സംസാരത്തിന് ഒരു കുറവില്ല കേട്ടോ. ഇവർ തമ്മിൽ കുട്ടിക്കാലത്തൊട്ടേ ഉള്ള ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ വീടെത്തിയപ്പോൾ 12:20. അപ്പോൾ ശരി, ഓക്കെ, ബൈ.